നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ഇപ്പോ എന്റെ മോനൊന്നും അറിയണ്ട. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇനി അയാളെ കുറിച്ച് എന്റെ മോൻ എന്നോടൊന്നും ചോദിക്കരുത്. എന്നെങ്കിലും അതറിയാനുള്ള യോഗം നിനക്കുണ്ടെങ്കിൽ അന്നറിഞ്ഞോട്ടെ. കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കും അയാളെ. എവിടെയാണെങ്കിലും ഞാൻ തേടി പിടിച്ചിരിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഒന്നും ചോദിച്ച് വേദനിപ്പിക്കില്ല. സ്നേഹിക്കണം എനിക്ക് എന്റെ അമ്മയെ. എനിക്ക് തരാൻ കഴിയാതെ പോയ മുഴുവൻ സ്നേഹവും എനിക്ക് തരണം എന്റെ അമ്മയ്ക്ക്. ഏത് വീട്ടിൽ ഞാൻ അമ്മയെ വേലക്കാരിയായി കൊണ്ടുപോയോ ആ വീട്ടിലെ മഹാറാണിയായിട്ട് അല്ല, അതിനും മേലെ എന്റെ അമ്മയായിട്ട് എനിക്കവിടെ വാഴിക്കണം. ഇപ്പൊ തന്നെ ഇറങ്ങുമോ നമ്മൾ അങ്ങോട്ട്? ഞാനേ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ, എന്റെ അമ്മയെ കൊണ്ടുപോയിക്കോട്ടെന്ന്. വേണ്ട മോനെ. വേണ്ടാന്നോ? എന്താ അമ്മ വേണ്ടാത്തത്? അവിടെ ആരേലും എന്തേലും പറയുമെന്നുള്ള പേടിയാണോ അമ്മയ്ക്ക്? പേടിയോ? ഇനി ഒന്നിനോടും എനിക്ക് പേടിയില്ല മോനെ. ഞാനെന്തിനു പേടിക്കണം? എന്റെ മോൻ എനിക്കൊപ്പം ഇല്ലേ? അതിൽ ഒരു ധൈര്യം ഈ അമ്മയ്ക്ക് വേറെന്താ ഉള്ളത്? പിന്നെന്താ? എന്റെ സങ്കടം എന്റെ പാറുവിനെ ആലോചിച്ചിട്ടാ. എന്റെ കളിക്കൂട്ടുകാരി അവൾ. എനിക്കെന്റെ പാറുവിനെ വിഷമിപ്പിക്കാനാവില്ല മോനെ. അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ കാര്യം മാത്രം മോൻ മനസ്സിലാക്കിയാൽ മതി. പാർവതി വിഷമിപ്പിച്ചുകൊണ്ട് ഈശ്വരമംഗലത്തേക്ക് എനിക്ക് വരാനാവില്ല. അതൊന്നും അമ്മ ആലോചിക്കണ്ട. അവിടെയുള്ള എല്ലാവരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. ചില സ്നേഹങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. അതിന്റെ സ്വാർത്ഥത എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പാർവതിക്കും മനസ്സിലാവില്ല മോനെ അത്. ഇന്ന് ജീവനോടെ നീ എന്റെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം അവളാ മോനെ, എന്റെ പാറു. നീ എന്റെ വയറ്റിൽ വളരുമ്പോഴും നീ പിറന്ന ശേഷവും നിന്നെ സ്നേഹിച്ചവളാ പാറു. ആ സ്നേഹത്തിന്റെ പങ്കു പറ്റാനായി ഞാൻ ഈശ്വരമംഗലത്തേക്ക് വരാൻ പാടില്ല. അത് ഞാൻ ചെയ്യുന്ന വലിയ പാപമായി പോവും. ഞാനാണ് നിന്റെ പെറ്റമ്മയെന്ന സത്യം നീ പറഞ്ഞു. അങ്ങനെയൊന്നും അറിഞ്ഞാൽ പോലും പാർവതി തകർന്നു പോവും മോനെ. ഹൃദയം പൊട്ടി മരിച്ചു പോവും അവള്. ആ ശാപം കൂടി താങ്ങാൻ ഇനി കരുത്തില്ല മോനെ. നീയായിട്ട് ഈ അമ്മയ്ക്കതുണ്ടാക്കി തരരുത്. എന്റെ മോനെ സത്യം അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ അർത്ഥത്തിലും ഈ നാവുകൊണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കണമായിരുന്നു. അത്രേ മോഹിച്ചുള്ളൂ. അത് ദൈവമായിട്ട് സാധിച്ചു തന്നു. മതി, അത്രേ മതി. പോരാ, അത് പോരാ. എന്റെ അമ്മയെ എനിക്ക് എന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഗൗതം, ഗൗതം, ആന്റി പറയുന്നതൊന്ന് കേൾക്ക്. ആന്റിയുടെ മകനാണ് ഗൗതം എന്ന് എല്ലാവരും ഇപ്പൊ അറിഞ്ഞു. അത് ആപത്തോ? ആപത്തോ? എന്താപത്ത്? വീണ്ടും നീ ഓരോന്ന് എഴുന്നള്ളിച്ചോണ്ട് വരികയാണോ? മിണ്ടിപ്പോരുത് നീ. സത്യമാണ് മോനെ അവള് പറഞ്ഞത്. ഞാൻ എവിടെ ഉണ്ടെന്നറിഞ്ഞ എന്റെ മോനാണ് നീ എന്നൂടി അറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി നടക്കുന്ന നിന്റെ അച്ഛന് പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. ഓ, അപ്പോഴ് എന്റെ അച്ഛനെന്ന മൃഗം എവിടെയുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാല്ലേ? അറിയാം, എനിക്കറിയാം. മോൻ തന്നെ ഇപ്പൊ അയാളെ വിളിച്ച പേരില്ലേ, മൃഗോന്ന്? സത്യമാണത്. വെറും വെറും കാട്ടുമൃഗം അയാള്. അയാള് എന്നെയോ നിന്നെയോ കാണാൻ പാടില്ല. പിന്നെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കില്ല ആ മൃഗം. നമ്മളെ കൊന്നുകളയും അയാൾ.
അമ്മ പേടിക്കണ്ട. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഒരുത്തനും അമ്മയുടെ ദേഹത്ത് തൊടില്ല. വേണ്ട മോനെ, നോക്ക്, ഇപ്പൊ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനപ്പുറം നമുക്കിനി എന്താ വേണ്ടത്? നമ്മളായിട്ട് വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത്? നമ്മുടെ സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ് ഉള്ള സമാധാനം കൂടി ഇല്ലാതാക്കണ്ട. ഇത് മോനോടുള്ള എന്റെ അപേക്ഷയാ. എന്റെ അമ്മ എന്നോട് ഇങ്ങനെ അപേക്ഷിച്ച ഞാൻ എങ്ങനെ അമ്മയെ എതിർക്കുക? പക്ഷെ അമ്മേ, അയാളെ ഞാൻ കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അല്ലമ്മേ, അമ്മ എങ്ങനെ എന്റെ കാറിനുള്ളിൽ വന്നത്? അതിപ്പോ മോന്റെ കാറായിരുന്നോ? അതെ ആന്റി, ആന്റി ഗൗതമിന്റെ കാറിലാ കയറിയിരുന്നത്. ഇന്ന് മോനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഗൗതമിനെ കാണാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ ആശുപത്രിയിൽ നിന്ന്? എന്തായാലും കൊള്ളാം ആന്റി, ഭാഗ്യത്തിന് ഗൗതമിന്റെ കാറിൽ തന്നെ കയറി ഒളിച്ചു. ഗൗതം, നമുക്ക് ആന്റിയെ സേഫായിട്ട് എവിടെയെങ്കിലും ഒരിടത്തേക്ക് മാറ്റണ്ടേ? നോക്ക്, അമ്മയുടെ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല, മനസ്സിലായല്ലോ? അമ്മേ, അമ്മയ്ക്ക് ഞാൻ നാളെ തന്നെ വേറൊരു വീട് റെഡിയാക്കും. ഇന്നൊരു ഒറ്റ ദിവസം ഈ ആശുപത്രിയിൽ കഴിഞ്ഞാൽ മതി. ഞാൻ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം തീരുമാനിക്കാം. മോളെ, ഗൗതം സത്യം അറിഞ്ഞു എന്ന് പാറു അറിഞ്ഞ അത് വലിയ വിഷയമാവുമല്ലോ. എല്ലാം പാർവതി അറിയിക്കണമെന്ന് നിന്നോട് ഞാൻ വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ എനിക്കതിലൊരു പേടിയുണ്ട്. പാറുവമ്മയുടെ അനുവാദത്തോടെ എല്ലാം ഗൗതമിനെ അറിയിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞാൻ കള്ളങ്ങൾ പറഞ്ഞത് നീട്ടിക്കൊണ്ടു പോയത്. പക്ഷെ ദൈവം അതിനെ അനുവദിച്ചില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഗൗതം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കുക, വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോനെ, ഞാൻ ഇവിടെ കിടന്നോളാം. പാർവതിക്ക് വെറുതെ സംശയം തോന്നിപ്പിക്കണ്ട. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ പോവാണ്, ഞാൻ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ഞാൻ അനാഥനാണെന്ന സത്യം തിരിച്ചറിഞ്ഞ ദിവസം ഞാൻ ഇവളോട് ചോദിച്ചതാ, എന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയുമെന്ന്. അന്നും ഇവളെന്റെ മുന്നിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് കൈമലർത്തി കാണിച്ചു. അങ്ങനെയുള്ള ഇവളെ ഇനി ഞാൻ കൂടെ കൂട്ടണോ? മോനെ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഇന്ന് നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടിയെങ്കിൽ അതിന് കാരണക്കാരി ഈ നിൽക്കുന്ന നിധിയാ.